ഹേ, ഒരു നിമിഷം സ്ക്രോൾ ചെയ്യില്ലേ. ഇന്നത്തെ തലമുറയിലെ മക്കൾ കേട്ടിട്ട് പോ. ലക്ഷ്യങ്ങളില്ല, കടപ്പാടില്ല, ബന്ധങ്ങളില്ല, ബന്ധുക്കളെ ഇഷ്ടമില്ല, നാട്ടുകാരെ ഇഷ്ടമല്ല, പാതിരാത്രി സഞ്ചാരങ്ങൾ. ചോദ്യം ചെയ്താൽ വീട്ടിൽ ബഹളം, രാത്രി 2 മണിവരെ ഉറങ്ങിയില്ല. എന്നിട്ടോ ഉച്ചവരെ ഉറങ്ങി ഉച്ചയ്ക്ക് എഴുന്നേൽക്കുന്നു. സ്വന്തം വീട്ടിലെയോ പറമ്പിലെയോ ഒരു പണിയും ചെയ്യില്ല. വില കുറഞ്ഞ വസ്ത്രങ്ങൾ, ചെരുപ്പ് വാങ്ങാൻ പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. സ്വന്തം സമ്പാദിക്കുന്ന തുക സ്വന്തം കാര്യത്തിന് മാത്രം. നിയമത്തോടും നിയമവ്യവസ്ഥയോടും പുച്ഛം. ആചാരങ്ങളോട് സംവിധാനങ്ങളോട് അവഗണന. തിന്നാനുള്ളത് മേശയിൽ കിട്ടണം. കഴിച്ച പാത്രമോ ഉടുത്ത തുണിയോ കഴുകില്ല. കടയിൽ പോയി സാധനം വാങ്ങാൻ മടി. നാട്ടുകാരോടും ബന്ധുക്കളോടും മിണ്ടില്ല. പിന്നെ എങ്ങനെയെങ്കിലും കുടുംബസ്വത്ത് ബാങ്കിൽ പണയം വെപ്പിച്ച് യൂറോപ്പിന് പോകാനുള്ള പരിപാടികൾ തുടങ്ങും. ഇല്ലെങ്കിൽ ഒരു വണ്ടി വേണം, അതിനുള്ള പരിപാടിയായി. മുടി സ്ട്രേറ്റ് ചെയ്യണം, കളർ അടിക്കണം. ഇല്ലെങ്കിൽ മാതാപിതാക്കളോട് കലഹം. രക്ഷപ്പെട്ടാൽ ഭാഗ്യം. ചിലപ്പോൾ ഇങ്ങനെ അക്രമത്തിലും കൊലപാതകത്തിലും എത്തും. ചില മക്കൾ ആത്മഹത്യ ചെയ്യും. ജീവിതകാലം മുഴുവൻ മാതാപിതാക്കൾക്ക് കണ്ണീർ മാത്രം ബാക്കി. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നവരെ 18s ആളുകൾ തന്ത വൈബ് എന്നൊക്കെ വിളിച്ച് ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇടും. ഇതിൽ ആണ് പെണ്ണ് എന്ന വ്യത്യാസമൊന്നുമില്ല കേട്ടോ. എൻ്റെ ലൈഫ് എൻ്റെ തീരുമാനം എന്ന രീതിയിൽ പോസ്റ്റുകൾ ഇടും. സ്വാതന്ത്ര്യം വേണം, അത് മാത്രം ചിന്ത. ആർക്ക് പോയി? നല്ല ഭക്ഷണം കഴിക്കാതെയും നല്ല വസ്ത്രം ധരിക്കാതെയും ഈ മക്കളുടെ എല്ലാ ആവശ്യങ്ങളും നടത്തി കൊടുത്ത മാതാപിതാക്കൾ അവസാന നാൾ വരെയും കഴുതകളെ പോലെ പണിയെടുക്കണം. മാതാപിതാക്കളുടെ ബന്ധുക്കളുടെ അമിത ലാളനം, അവര് തന്നെ ഇതിന് കാരണക്കാർ. ഇല്ലായ്മ എന്നൊന്ന് ഇവർ അറിഞ്ഞിട്ടില്ല. ശിക്ഷണക്കുറവും ഭക്ഷണ കൂടുതലും. കാശില്ലെങ്കിലും കടം വാങ്ങി ഇവരുടെ എല്ലാ ആവശ്യങ്ങളും നടത്തി കൊടുക്കും. അത് അത്യാവശ്യമാണോ, ആവശ്യമാണോ, അനാവശ്യമാണോ എന്ന് ചിന്തിക്കുക കൂടിയില്ല. ഇല്ലാത്ത പൈസ മുടക്കി മറ്റുള്ളവരുടെ ഒപ്പം എത്തിക്കാൻ മൊബൈല്, വാഹനം ഇതുപോലുള്ള അവർ ആവശ്യപ്പെടുന്നതൊക്കെ വാങ്ങിക്കൊടുക്കും. ചെറുപ്പത്തിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെടാതെ പോയത്, ഇല്ല വല്ലായ്മകൾ അറിയിക്കാതെ പോയതൊക്കെ മാതാപിതാക്കളുടെ തെറ്റ് തന്നെയാണ്. അതാരും ചിന്തിക്കാറില്ല എന്നതാണ് വാസ്തവം. മാതാപിതാക്കൾക്ക് മക്കളിലുള്ള അമിത വിശ്വാസവും അവരുടെ തെറ്റുകളുടെ ന്യായീകരണവും മക്കൾക്ക് തിന്മയിലേക്കുള്ള പാത തെളിയിക്കുന്നു. ഒന്നേ ചെയ്യാനുള്ളൂ, മക്കൾക്ക് വേണ്ടി ഒത്തിരി സ്വത്തുക്കൾ ഉണ്ടാക്കാതെ ഇരിക്കുക. പറയുന്ന ആവശ്യങ്ങൾ എല്ലാം നടത്തി കൊടുക്കാതെ ഇരിക്കുക. അവർക്ക് മാന്യമായ വിദ്യാഭ്യാസം കൊടുക്കുക. ഇല്ലായ്മകൾ അറിയിച്ചു വളർത്തുക. അവരെ ചെറുപ്പം മുതലേ സ്വയം പര്യാപ്തരാവാൻ ശീലിപ്പിക്കുക. തെറ്റുകൾ ചെറുപ്പം മുതലേ തിരുത്തുക. ശാസനയും ശിക്ഷണവും വേണ്ടതുപോലെ നൽകുക. എൻ്റെ കുട്ടി എല്ലാ കാര്യത്തിലും ഒന്നാമനാവണം എന്ന ചിന്ത മാതാപിതാക്കൾ ഉപേക്ഷിക്കുക തന്നെ ചെയ്യണം. ചിന്തകൾ മാറ്റിയെടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്.